നിങ്ങളുടെ ലുക്ക് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമില്ല. ബട്ട് ഇത് പോസിബിളാണ്. പക്ഷേ അതൊരു ലോങ് ടേം ഡിസിപ്ലിൻ പ്രോസസ്സും കൂടിയാണ്. സോ ഫേസ് 1, ദി ഹൈറ്റ് ആൻഡ് ഫാഷൻ ട്രെൻഡ്. നിങ്ങൾക്കൊരു മാസീവ് ഹൈറ്റ് ബൂസ്റ്റ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് പ്രോപ്പറായി കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഒന്നാമതാണ് പോസ്റ്റർ ഫിക്സ്. നിങ്ങൾക്ക് ബാഡ് പോസ്റ്റർ, ആൻറ്റീരിയർ പെൽവിക് ടിപ്പ്, പോസ്റ്റീരിയർ പെൽവിക് ടിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഗെയിൻ ചെയ്യാം. ഇതൊന്നും ഇതുവരെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഹൈറ്റ് ലൂസ് ചെയ്യുകയാണ്. ഫുഡ് വെയർ സ്ട്രാറ്റജി. നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ ഹൈറ്റ് ഇൻക്രീസിങ് സോൾസ് യൂസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഇതൊരു ഓൾറെഡി 3 സെൻറ്റിമീറ്റർ ഹീലുള്ള ചെൽസി ബൂട്ടുമായിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഹൈറ്റ് ഗെയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിലൊരു ഷെയിമും കാണിക്കേണ്ട. അടുത്തതാണ് ഹെയർ ആസ് എ ടൂൾ. ഒരു ഹൈ വോളിയമുള്ള ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ ഫ്രെയിമിലേക്ക് 2 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റ് ആഡ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ദ ഫിറ്റ്. ബാഗി ഇല്ലാത്ത ടേപ്പേർഡ് ഫിറ്റ് ആയിട്ടുള്ള ക്ലോത്ത് വാങ്ങുക. നോട്ട് സ്കിന്നി ബട്ട് നിങ്ങളുടെ ഫ്രെയിമുമായി ടേപ്പേർഡ് ചെയ്ത് വെക്കുന്നത്, അതായത് ഹഗ് ഫിറ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ വെർട്ടിക്കൽ സ്ട്രൈപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റുള്ളൊരു ഇല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. എങ്ങനെയുള്ള സ്റ്റൈൽസാണ് നിങ്ങൾക്ക് കൂടുതൽ ഹൈറ്റ് കൂട്ടാൻ സ്യൂട്ട് ആവാൻ നോക്കാം. വൈഡ് ലെഗും ബാഗി പാൻസും പെയർഡ് വിത്ത് പ്ലെയിൻ സ്ട്രൈപ്പ് ഷർട്ട്. സ്ലീവ്സ് റോൾ ചെയ്യുക, ടോപ്പ് ബട്ടൺസ് ഓഫ്. ഇങ്ങനെയുള്ളൊരു സ്റ്റൈൽസ് നിങ്ങളെ കൂടുതൽ എലോങ്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫേസ് 2, ആസ്തറ്റിക് ഡീറ്റെയിൽസ്. ഫ്രെയിം റൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി റിഫൈൻ ചെയ്യാം. ഇതിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സിൽവർ സ്റ്റെയിൻലെസ് വാച്ച് വിത്ത് സ്മോൾ ഡയൽ. ബൾക്കി ആയിട്ടുള്ള ചീപ്പ് ലുക്കിംഗ് വാച്ചസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക, എസ്പെഷ്യലി നിങ്ങളുടെ റിസ്റ്റ് സ്കിന്നി ആണെങ്കിൽ. നെക്സ്റ്റ് ആണ് ഹെയർ. ഫൈൻഡ് എ ഹെയർ സ്റ്റൈൽ ദാറ്റ് സ്യൂട്ട് യുവർ ബോൺ സ്ട്രക്ചർ. നിങ്ങൾ ആവശ്യമില്ലാത്തതിനും കൂടുതൽ ഹെയർ ഗ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫെമിനിനായി ലുക്ക് ചെയ്യിപ്പിക്കും. നമുക്കതല്ല വേണ്ടത്. നിങ്ങളുടെ ഫ്രണ്ട് ഹെയർ ഐബ്രോസിൻ്റെ അവിടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സൈഡ്സിലും ഇയേഴ്സിന് കവർ ചെയ്യുന്നതിനടുത്തായിട്ട് ഹെയർ ലെങ്ത് കൂട്ടുക. ബാക്കിലെ ലെങ്ത് കോളർ ലെവലിലേക്കായി കീപ്പ് ചെയ്യുക. ഈ ഒരൊറ്റ മെയിൽ മോഡൽ ഹെയർ സ്റ്റൈൽ തന്നെ നിങ്ങളുടെ ഓവറോൾ അപ്പിയറൻസിലേക്ക് ഒരു 1 പോയിന്റ് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഈസ് സ്കിൻ ആൻഡ് ടീത്ത്. ഇത് വളരെ സിമ്പിളാണ്. ദിവസം ഫേസ് വാഷ് ചെയ്യുക ഒരു ഹൈ ക്വാളിറ്റി ക്ലെൻസർ വെച്ച്. അതേപോലെ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും കാണുന്ന റാൻഡം റെമഡീസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഫോർ ടീത്ത്. പല്ലുമേൽ നിങ്ങൾക്ക് വിയേർഡ് ഷേപ്പ് എല്ലാം ഉണ്ടെങ്കിൽ ബ്രേസസ് ഇട്ട് ശരിയാക്കുക. അതേപോലെ തന്നെ വൈറ്റനിങ് ചെയ്യുക. വൈറ്റനിങ് ചെയ്യുമ്പോൾ ബേക്കിംഗ് സോഡ, ലെമൺ ജ്യൂസ് ഇങ്ങനെയുള്ള റെമഡി ഫിക്സസ് ഒന്നും യൂസ് ചെയ്യരുത്. ഇതെല്ലാം ടെമ്പററിലി വർക്കാവും, ബട്ട് ലോങ് ടേം നിങ്ങളുടെ പല്ലിനെ ഡാമേജ് ചെയ്യുന്നതാണ്. ഫേസ് 3, ബിൽഡ് എ ഫ്രെയിം. നിങ്ങളുടെ ബോഡി നിങ്ങളുടെ ഫേസിന് ഒരു ഫൗണ്ടേഷനാണ്. സോ ഇതൊരു നോൺ നെഗോഷ്യബിൾ സ്റ്റെപ്പാണ്. സോ ജിമ്മിൽ പോവുക, ഗെറ്റ് ഷ്രെഡഡ്. നിങ്ങളുടെ ബോഡി ഫാറ്റ് നല്ല രീതിയിൽ കുറയ്ക്കുക. അതേപോലെ തന്നെ ഒരു ലീൻ ഫിസിക് അച്ചീവ് ചെയ്യുക. ഏത് ഫേസും കൂടുതൽ ഡിഫൈൻഡ് ആൻഡ് അട്രാക്റ്റീവായി തോന്നിക്കുക ഒരു ലീൻ ഫിസിക്സ് ഉണ്ടെങ്കിലാണ്. നെക്സ്റ്റ് ഈസ് വീറ്റ് ടേപ്പർ. നിങ്ങളുടെ ഫിസിക് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ബോഡിയിലെ മുകളിലെ ഷോൾഡർ ഭാഗത്ത് കൂടുതൽ വൈഡായിട്ടും അതേപോലെ തന്നെ ആബ്സ് റീജിയനിൽ വളരെ ലോ ആയിട്ടും നിൽക്കുകയാണെങ്കിൽ ഒരു വി ടേപ്പർ അച്ചീവ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്ലാസിക് അത്ലറ്റിക് ഫിസിക്. ഈ ഒരു ഫ്രെയിം നിങ്ങളുടെ ഫേസിനെ കൂടുതൽ മാസ്കിന് ലുക്കാക്കും. ഈ ഒരു ഫ്രെയിം നിങ്ങളുടെ ബോഡിയെ കൂടുതൽ മാസ്കിന് ലുക്കാക്കും, ഈവൻ മോർ അട്രാക്റ്റീവ് ആക്കും. ഇനി 2026 ഏറ്റവും ഹോട്ടസ്റ്റ് ഷൂ ട്രെൻഡ്സ് ഏതാണെന്ന് അറിയാൻ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക.